നമ്മുടെ രാഘവേട്ടനെ കുറിച്ച് പ്രത്യേകിച്ചൊരു മുഖവരിയുടെ ആവശ്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തുപാകിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾ, ചേവൂർ വിപ്ലവ നായകൻ. ഇവിടം വരെ വന്നൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കാട്ടാതെ ഓടി വന്ന ആളാണ് രാഘവേട്ടൻ. നമ്മളോട് സംസാരിക്കാൻ രാഘവേട്ടനെ ഞാൻ ക്ഷണിക്കും. നിങ്ങളെയൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം. കുറേ കാലമായി എന്തെങ്കിലുമൊക്കെ പരിപാടി പങ്കെടുത്തിട്ട്. ഇന്ന് നമ്മുടെ പാർട്ടി ഒരു പ്രസ്ഥാനമാണ്. ഭരണമൊക്കെ പലതവണ കിട്ടി. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ ആർക്കും ഭയമില്ല. 15ാമത്തെ വയസ്സിലാ ആദ്യമായിട്ട് കൊടി പിടിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രാജ്യത്ത് മൊത്തം നിരോധിച്ചു. അടിയന്തരമായി ഒളിവിൽ പോണമെന്ന് ഗോപിയേട്ടന്റെ കത്ത്. ഞാനും നളിനിയും തമ്മിലുള്ള കല്യാണത്തിന്റെ അന്ന് കത്ത് കിട്ടുന്നത്. വായിച്ചപ്പോൾ പറയാ, പാർട്ടിക്ക് നിങ്ങളാ വേണ്ടത്, പൊയ്ക്കോളി, ഒരിക്കലും പിടികൊടുക്കരുതെന്ന്. പിന്നെ ഒളിവ് ജീവിതം. നിങ്ങൾ തോപ്പിൽ ബാസിന്റെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിരിക്കണ? അതായിരുന്നു അതിന്റെ നേർക്കാഴ്ച. പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പിടിച്ചു നിർത്തിയത് ഓളാ. ഓളോടുള്ള എന്റെ പ്രണയം. ഇടയ്ക്ക് ഓരോരോ കത്ത് വരും. സഖാവേ, നീ പൂക്കുന്നിടത്താണ് വസന്തം. ചുവന്ന വസന്തത്തിനായി കാത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് എഴുതും. അതായിരുന്നു എന്റെ പ്രാണവായു. നളിനി, നിന്റെ പ്രണയം ചുവന്നിരിക്കുന്നു. ഞാനൊക്കെ ഗൾഫിൽ പോകുമ്പോ വീട്ടുകാരെ അച്ചാറുപോലും തന്നു വിടില്ല. ഇതെന്തൊക്കെയത്? ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് പാതി സാധനം എടുത്ത് വെക്കാന്ന്. ചക്കവരത്തിനൊക്കെ പൊന്നിന്റെ വലിയ കിട്ടുപ്പാ. ലീവിന് വന്നിട്ട് പെണ്ണ് ശരിയാകാതെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരുത്തന്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവൂല. അതൊക്കെ നീ കല്യാണം മുടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാലേ ചെട്ടിനെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അത് സത്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടാ, നിന്റെ കാര്യത്തിൽ ആ സത്യം ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി. ഓ എന്റെ പൊന്നെ, ദേ കല്യാണം മുടക്കാത്തൊരു വ്യക്തി. ഞാനോ? എന്റെ പെങ്ങൾ വിളിച്ചോടിപ്പോ ഇന്ന് 6 പറഞ്ഞെന്താന്നറിയാമോ? ചെലവ് വേണമെന്നു. ചേടാ, അത് അന്നത്തെ നിന്റെ കഷ്ടപ്പാട് കൊണ്ട് പറഞ്ഞു പോയതല്ലേടാ. അന്ന് നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നടാ. ഓ, എന്തൊരു സ്നേഹം. നീ നിന്റെ അച്ഛന്റെ സെന്റ് ഓഫിന് വാങ്ങി ശരിയായില്ലട്ടാ. നിനക്ക് ആകെ കൂടി ഒരു അച്ഛനല്ലേ ഉള്ളൂ. എടാ, നമുക്ക് എല്ലാവർക്കും ഓരോ അച്ഛനല്ലേ ഉള്ളൂ. കഷ്ണം നീ ഉണ്ടായി. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? എടാ, നിന്റെ അച്ഛനൊരു പാവമായതുകൊണ്ടാണ് 4 നേരം വെട്ടി വിഴുങ്ങാൻ അയാൾ തന്നത്. നീ എന്നോട് ഗൾഫിലേക്ക് വാ. ഞാൻ ഏതായാലും പെണ്ണുകളിലൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഒരു അറബിച്ചിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം. എടാ പൊന്തോയ്, നീ അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് മറ്റേ സ്പ്രേ കൊണ്ട് തന്നെ കേട്ടോ. എന്ത് സ്പ്രേ? കുറെ നേരം നിക്കണതേ. ഒന്ന് പോയോടു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് മറ്റേ എണ്ണ തന്നിട്ട് പോകണം കേട്ടോ. എന്തെണ്ണ? മറ്റേ എണ്ണയില്ലേ? എടാ, ആ എണ്ണയില്ലേ? അതെ. ഓ, ഇനിയിപ്പോ അതും പറഞ്ഞു തന്നെ. മറ്റേ വളരണതേ, മുടി വളരാനാണ്. ആ, അത് തന്നെ. അമ്മേ, അമ്മേ, കഥ തുറക്ക്.
ലിംഗവിരുദ്ധ പ്രക്ഷോഭം കാലങ്ങളായി നിലനിന്നു വരുന്ന സ്ത്രീ ചൂഷണത്തിനെതിരെയുള്ള തുറന്നുകാട്ടലാണ്. പൊതുജന താൽപര്യാർത്ഥം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിഷ്പക്ഷമായി ജനപങ്കാളിത്തത്തോടെ നാം ഓരോരുത്തരും നെഞ്ചിലേറ്റേണ്ടതാണ്. പത്തും 100 പവൻ കൊടുത്ത് ആഡംബര വിവാഹങ്ങൾ കൊണ്ടാടി നിങ്ങളെ കെട്ടിച്ചു വിടുമ്പോ അവിടെ സംരക്ഷിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും നിങ്ങളെ അല്ല, മറിച്ച് നിങ്ങളുടെ ആഭരണങ്ങളെയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും നമ്മളാണ്. ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരോടും ഞാൻ ചോദിക്കുകയാണ്, ചങ്കൂറ്റുണ്ടോ? ഒരു പിതാവിനെയും ദ്രോഹിക്കാതെ, ഒരു പെണ്ണിന്റെയും കണ്ണീർ വീഴ്ത്താതെ അവളെ വിവാഹം കഴിക്കാൻ? ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സ്ത്രീധനം വാങ്ങില്ല എന്ന് ഉറച്ച നിലപാടുള്ളവർക്ക് നിങ്ങളുടെ ഒപ്പുകൾ രേഖപ്പെടുത്തി ഈ കൂട്ടായ്മയിൽ അണിചേരാവുന്നതാണ്. എനിക്ക് വേണ്ടത് പൊന്നല്ല, പെണ്ണാണ്. നീ ഒപ്പിടുന്നില്ലേ? എടാ എനിക്ക് സ്ത്രീധനല്ലാണ്ട് പറ്റില്ലടാ. എന്നാ നമുക്കറിയാലോ, നാളെ പിരിവുകളല്ലേ. അവൻ വരട്ടെ ജയൻ, എന്നിട്ട് ഇറങ്ങാം.